നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറ്റമേറ്റെടുക്കാൻ പണം കൊടുത്തു വാങ്ങിയാൽ നാളെ അവര് നമ്മളോട് കൂറ് കാണിക്കണമെന്നില്ല. അങ്ങനെ ഒരാളെ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. കാശ് വാങ്ങിച്ചിട്ട് കോടതിയിൽ പോയി കാല് മാറിയാൽ എന്ത് ചെയ്യും? കാശ് വാങ്ങുന്നവർ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുമോ വക്കീലെ? അല്ല, അത് അമ്മേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഞാൻ ഏറ്റെടുക്കുന്നില്ലേ നല്ലത്? അത് വേണ്ട മോനെ. ദർശന ഈ കേസിൽ കുടുക്കിയവര് എന്ത് ചെയ്യാനും മടിക്കാത്തവരാ. അവര് കൂടുതൽ കാശ് കൊടുത്ത് പ്രതിയെ കൂറ് മാറ്റിയാൽ എന്ത് ചെയ്യും? ദർശന വീണ്ടും ജയിലിലാകും. IPS എന്ന അവളുടെ സ്വപ്നം ഇല്ലാണ്ടാകും. ഈ പ്രതി കൂറ് മാറില്ലെന്ന് വക്കീലിന് 100% ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? അങ്ങനെ ആർക്കും പറയാൻ പറ്റില്ല മാഡം. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്തല്ലേ ചെയ്യുന്നത്. ഞാൻ ഇടപെട്ട കേസുകളിൽ 1-2 കേസിലൊഴികെ മറ്റൊന്നിലും അത് സംഭവിച്ചിട്ടില്ല. അപ്പോ 1-2 കേസിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ ഒരു കേസാകില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. രൂപേഷ് കുറ്റമേറ്റെടുത്ത് ജയിലിൽ പോയാൽ പല രീതിയിലും രൂപേഷിനെ അകത്ത് വെച്ച് അവരുപദ്രവിക്കും. അവരുടെ എല്ലാ ദേഷ്യവും ഇവന്റെ മേൽ അവര് തീർക്കും. ചിലപ്പോ ജീവനോട് എന്റെ മോനെ തിരിച്ചു കിട്ടിയെന്ന് പോലും വരില്ല. അമ്മ അങ്ങനെയൊന്നുമില്ല. മാഡത്തിന്റെ തീരുമാനം നല്ലതാണ്. പക്ഷെ ഈ പ്രായത്തിൽ അത് വേണോ? പ്രായത്തിന്റെ ആനുകൂല്യം എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് കിട്ടും. അതുകൊണ്ട് ഞാൻ തന്നെ ജയിലിൽ പോകുന്നതാ നല്ലത്. അമ്മ എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ അമ്മ എങ്ങനെയാ ഞാൻ ജയിലിലേക്ക് വിടുന്നത്? മോൻ സമാധാനിക്ക. ജീവിതകാലം മുഴുവൻ ഞാൻ ജയിലിൽ കിടക്കാനൊന്നും പോകുന്നില്ല. ജീവിതം ഒരുപാട് കണ്ടതാ ഞാൻ. 90 ദിവസത്തിനുള്ളിൽ എന്തായാലും എനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റും. അല്ലേ വക്കീലെ? ഉറപ്പായിട്ടും പറ്റും. കോടതി നടപടികളൊക്കെ കഴിഞ്ഞ് ശിക്ഷ വിധിക്കാൻ കൊല്ലങ്ങളോളം കഴിയും. അതിനിടയിലെ നിരപരാധിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ അമ്മയെ രക്ഷപ്പെടുത്തിയെടുക്കാം. മോനെ, നീ ടെൻഷൻ ആവാതെ. നിനക്കും ദർശനയ്ക്കും വേണ്ടി ഏത് ജയിലിൽ കിടക്കാനും അമ്മ തയ്യാറാ. പക്ഷേ അമ്മ ജയിലിൽ നിന്ന് വരുമ്പോ അവൾക്ക് IPS കിട്ടിയിരിക്കണം. അത് നീ അവളോട് പറയണം. മാഡം, ഇനി ഒന്നും പറയണ്ട. വക്കീല് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്യേ. ശരി മാഡം. അമ്മ എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല. അമ്മ ദേ, മോൻ കരയാതിരിക്ക. അമ്മ ഈ ത്യാഗം ചെയ്യുന്നത് ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാ. ദർശനയുടെ IPS എന്ന സ്വപ്നം അത് നടക്കണമെങ്കിൽ അമ്മയ്ക്കിത് ചെയ്തേ പറ്റൂ. ദേ, മോൻ ധൈര്യമായിട്ടിരിക്ക. അമ്മ പോയിട്ട് വരാം. അമ്മ 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 സാർ, ഇവനാണ് സാർ അമ്പലപ്പറമ്പിലെ മാല മോഷ്ടിച്ച പ്രതി. അയ്യോ അയ്യോ സാർ, അടിക്കല്ലേ. അയ്യോ, അവൻ മോഷ്ടിക്കാൻ നടക്കുന്നു. ഇനി മേല നീ മോഷ്ടിക്കാൻ ഇറങ്ങിയാ നിന്റെ നട്ടില് ചവിട്ടി ഞാൻ വെള്ളമാക്കും. നീയൊരു പെണ്ണായിപ്പോയി. ഇല്ലെങ്കിൽ നിന്നെ ഇതുപോലെ ഞാൻ ചവിട്ടി കൂട്ടിയാനെ. എങ്കിൽ പിന്നെ അത് തന്നെ നടക്കട്ടെ. നിങ്ങൾക്കല്ലേ തല്ലാൻ പറ്റാത്തത്? ഇവിടെ വനിതാ പോലീസ് ഉണ്ടല്ലോ. അവരെ കൊണ്ട് നിങ്ങൾ എന്നെ തല്ലിക്ക്. എന്താ പറ്റില്ലേ? കഴിയുമെങ്കിൽ
ചെയ്യിക്കണം സർ. ഹ, നീ ഒരു നേർച്ചക്കോഴിയാ. നിന്റെ കഴുത്ത് വെട്ടുന്ന സമയം പോലും നീ അറിയില്ല. സാറേ, രൂപേഷേട്ടാ, എന്താടാ നീ പിന്നെയും വന്നോ? സാറേ എനിക്ക് നിനക്ക് തോന്നുമ്പോ കയറി ഇറങ്ങാൻ പോലീസ് സ്റ്റേഷൻ നിന്റെ ഭാര്യ വീടല്ല. ഇവനൊക്കെ ആരോടോ അകത്തേറ്റ് വിടത്? സാറേ എനിക്ക് ദർശനോടൊന്ന് സംസാരിക്കണം. ഇവളോട് നിനക്ക് എന്ത് സംസാരിക്കാനാടാ? സാറേ മര്യാദയ്ക്ക് സ്ഥലം വിട്. സർ. ഇവനെ പറഞ്ഞു വിട്. മോനോട് അകത്തേക്ക് വരാൻ ആരാ പറഞ്ഞത്? മോൻ പുറത്തേക്ക് പോ. സാറേ എനിക്ക് എന്റെ ഭാര്യയോടൊന്ന് സംസാരിക്കണം. ഇന്നിനി മോനോട് നിൽക്കണ്ട, പുറത്തേക്ക് പോ. ഇവനെന്താടോ തന്റെ അളിയനാണോ? സംസാരിക്കുമ്പോ തേനൊഴുകാണല്ലോ. ഇങ്ങോട്ട് വേണം. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞ് കേൾക്കില്ലടാ. സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കുറ്റവാളിയല്ല. ലോക്കപ്പിൽ കിടക്കുകയാണെങ്കിലും എനിക്ക് എന്റെ ഭാര്യയെ കാണാനുള്ള അവകാശമില്ലേ? ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങ് വീട്ടില്. ഇവിടെ ഇപ്പൊ ഒരു കൊലക്കേസിലെ പ്രതിയാ. ഇനി ഇവിടെ നിന്ന് നീ വട്ടം കറങ്ങിയ ചവിട്ടി നിന്റെ നട്ടല് ഞാൻ ഒടിക്കും കേട്ടോ. ഇതെന്ത് ന്യായം സാർ? ഇത് നീ എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നതാടാ. സാർ വേണ്ട സാർ, വേണ്ട സാർ. സാർ പഠിപ്പിക്കല്. അദ്ദേഹത്തൊന്നും ചെയ്യരുത്. സാർ, ഇവനെ ഞാൻ ഇനിയും തല്ലും. നീ എന്ത് ചെയ്യും? നിന്നെ തൊട്ടപ്പോ നിന്റെ ഭാര്യക്ക് നൊന്തു. എന്നാ പിന്നെ അവൾക്ക് കുറച്ചുകൂടെ നോട്ടാ. സാറേ വേണ്ട സാറേ. സാറേ സാറേ ഞാൻ പറയുന്നത് കേൾക്ക് സാറേ. ഞാൻ പറയട്ടെ സാർ. നിന്റെ കൈ തടയുള്ളൂ. എന്റെ രൂപേഷേട്ടനെ ഒന്നും ചെയ്യരുത്. അതെനിക്ക് സഹിക്കില്ല. നിന്നെ തല്ലാൻ കഴിയാത്ത എന്റെ ദേഷ്യം മുഴുവൻ ഞാൻ ഇവനോട് തീർക്കും. എന്റെ രൂപേഷേട്ടനെ തല്ലിയതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. എന്നാ ഇതിനും കൂടി ചേർത്ത് മറുപടി പറഞ്ഞേക്കാം. ഇവളുടെ ഭർത്താവായി പോയതാടാ നിന്റെ ഗതികേട്. ഇത്രയും അഹങ്കാരിയായ ഒരുത്തിയെ കെട്ടേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു നിനക്ക്? അവൾ IPS ഏരിയാവൻ നടക്കുന്നു. സാറേ സാറെന്നെ എത്ര തല്ലിയാലും എനിക്ക് വേദനിക്കില്ല. എന്റെ ദർശനയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും സഹിക്കും. ഇതിനൊക്കെ ഞാൻ സാറിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. എന്നാ പറയടാ. ഇപ്പൊ പറയടാ. നിന്നെ ജീവനോടെ പുറത്തു വിടില്ല. ഇവരെന്നെ ഒന്നും ചെയ്യില്ല. രൂപേഷേട്ട പോയിക്കോ, പോയിക്കോ രൂപേഷേട്ട. എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? പോയിക്കോ. നിനക്കിപ്പോ എന്നെ കൊല്ലാനുള്ള വാശിയുണ്ടെന്ന് എനിക്കറിയാം. ഇത് നിനക്ക് കിട്ടേണ്ടതാ. പക്ഷേ യോഗ ഇവനായിരുന്നു. ഇനിയും ഇവിടെ തന്നെ നിന്നാ ഞാൻ ഇവനെ ചവിട്ടി കൂട്ടും നിന്റെ കൺമുന്നി വെച്ച്.